ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസ്. പിക്കി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തോന്ന് കാക്കകളൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുക, വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ മഴയൊക്കെ ഒന്ന് കുറഞ്ഞു എന്ന് വിചാരിച്ചായിരുന്നു. ഞാൻ കഴിഞ്ഞ എൻ്റെ ഒരു ഷോർട്സിൽ പറഞ്ഞതേ ഉള്ളൂ, മഴയൊക്കെ ഇതാ കുറഞ്ഞിട്ടുണ്ട്, വെയിലൊക്കെ വന്നു തുടങ്ങിയത്. പക്ഷേ ഇന്ന് നല്ല മഴയായിരുന്നു. മീൻസ് മഴ കുറഞ്ഞെങ്കിലും വെയിലൊന്നും നന്നായിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു മഴക്കാരൊക്കെ ഉണ്ടെന്ന്, അതുകൊണ്ട് ഉണങ്ങാത്തതൊന്നും ഉണങ്ങി കിട്ടിയിരുന്നില്ല. ഇന്ന് എല്ലായിടത്തും അലക്കി, എല്ലായിടത്തും മുറ്റത്ത് വിരിച്ചു. പക്ഷേങ്കിൽ ഓരോ ട്രിപ്പായിട്ട് നല്ല ഹെവി മഴയായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. അത് മാത്രമല്ല, ഏട്ടൻ മുകളിൽ ബെഡ് എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, കാശുകൂട്ടം മൂത്രം വെച്ചിട്ട്. അത് മുകളിൽ ഉള്ള കാര്യം മറന്നു പോയി. അതെല്ലാം ഭയങ്കര മഴയെ പെയ്തത്. ഇവിടെ താഴത്തുള്ള തുണിയൊക്കെ എടുത്ത് വന്നും. പിന്നെയാണ് കുറേ നേരം കഴിഞ്ഞ് ആലോചിച്ചപ്പോൾ മുകളിൽ കിടക്കുന്നുണ്ടല്ലോ എന്ന് നോക്കിയപ്പോഴേക്കിനി ഇറ്റിറ്റ് വീഴായിരുന്നു വെള്ളം. അതിന് ഒരാഴ്ച നല്ല വെയിൽ കണ്ടാലും ഇനി ഉണങ്ങി കിട്ടുള്ളൂ. കണ്ടില്ലേ സംഭവങ്ങളൊക്കെ ഇവിടുത്തെ പരത്തിട്ടിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ടിലൊരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട്, അവിടെയായിരുന്നു ഇട്ടിരുന്നത്. പിന്നെ അപ്പുറത്തെ പറമ്പിൽ ഒരു അഴക്ക് കിട്ടി, ഇപ്പുറത്തെ പറമ്പിൽ ഒരു അഴക്ക് കിട്ടി, കുഞ്ഞു വീട്ടിലൊരു അഴക്ക് കിട്ടി, എല്ലായിടത്തും അഴക്ക് കിട്ടി. പിന്നെ നമ്മൾ വീട്ടിൽ കുറേ പേരുണ്ടല്ലോ, പിള്ളേരുടെ ഡ്രസ്സും ഉണ്ട്. ഇതൊക്കെ ഉണങ്ങി കിട്ടാൻ പാടാണ്. ഇപ്പോൾ ബെഡ്ഷീറ്റിലായാലും ഒരു ഇടയ്ക്കിടയ്ക്ക് മൂത്രം വയ്ക്കും, പാറക്കുട്ടനൊക്കെ ആയാലും. അപ്പം അത് എടുക്കണം ഡെയിലി എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ കുറച്ച് പണിയാണ് ആൾക്കാരുള്ളടത്ത്. പിന്നെ വാഷിംഗ് മെഷീനിൽ കേടായിട്ടിരിക്കുകയാണ്, സ്പിൻ ചെയ്യുന്ന സംഭവം കേടായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്പിൻ ചെയ്തിടാൻ പറ്റില്ല, ഡ്രയർ കേടായിട്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു ഞങ്ങൾ. അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാറുവിനെ ചുറ്റിപ്പറ്റിയുള്ള വീഡിയോ ആണ്. അതിന് മുന്നേ എൻ്റെ ചുരിദാർ കാണിച്ചാൽ കേട്ടോ, കുറച്ച് ഷേപ്പ് ചെയ്യാനുണ്ട്. പക്ഷേ മെഷീൻ കേടായിരിക്കുന്ന കാരണം ഷേപ്പ് ചെയ്തില്ല. അല്ലെങ്കിൽ അഞ്ചുനിക്ക് ഷേപ്പ് ചെയ്ത് തരുന്നതാണ്. ഞാൻ എൻ്റെ ഷോർട്സ് ഞാൻ എന്തായാലും ഇടും. ഒരു നല്ലൊരു സിൽക്കി ഒരു ചുരിദാറാണ്. വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ, വാങ്ങിച്ചോ. മീൻസ് നോർമൽ റേറ്റും ഉള്ളൂ. ഒരു ചുരിദാർ സെറ്റ് തന്നെ കിട്ടും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ്. കാരണം കുറഞ്ഞ പൈസയ്ക്ക് നമുക്കൊരു ചുരിദാർ സെറ്റ് തന്നെ കിട്ടും. ബൈ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. നമ്മൾ പാറുവിൻ്റെ വീണ്ടും യൂത്ത് ഫെസ്റ്റിൽ വരെയാണ്. നെക്സ്റ്റ് മന്ത് 16 ഓഗസ്റ്റ് 6 അവളുടെ യൂത്ത് ഫെസ്റ്റിൽ. അപ്പോൾ എല്ലാ കൊല്ലത്തെയും പോലെ തന്നെ ഫോക്ക് ഡാൻസ് ചേർന്നിട്ടുണ്ട് കുട്ടീനെ. എന്തായാലും എന്തൊട്ടുള്ള ഒന്നൊന്ന് ഡാൻസ് പഠിക്കുന്ന കുട്ടിയാണ്. എല്ലാ കൊല്ലവും ഇനി അവളെന്തായാലും അതിന് വിടും. അപ്പോൾ അത് പ്രത്യേകം ക്ലാസ് ആട്ടോ, ശനി ഞായറുള്ള പോലെ ഡാൻസ് ക്ലാസ് അല്ല, പ്രത്യേകം ക്ലാസ് വേണം. കാരണം 1 മന്ത് കൊണ്ട് ഒരു പാട്ട് കുഞ്ഞു പിള്ളേരെ പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചറെ വീട്ടിലേക്ക് എന്നും ചെല്ലാൻ പറയും. അപ്പോൾ വൈകിട്ട് നോർമൽ ഡേയ്സിലാണെങ്കിലും സ്കൂളുള്ള ഡേയ്സിനാണെങ്കിലും വന്നിട്ട് 5 മണി തൊട്ടോ 4 മണി തൊട്ടോ അങ്ങോട്ടാണ് അവളെ കൊണ്ടുവന്നാക്കും. ഇന്നിപ്പോൾ ബന്ധായതുകൊണ്ട് തന്നെ 2 മണി തൊട്ടിട്ടായിരുന്നു ക്ലാസ്. അപ്പോൾ അവളെ ക്ലാസ്സിന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പോയിട്ട് എടുത്തിട്ട് വരാം. 4 മണി വരെയാണ് ക്ലാസ്. ഇപ്പോഴത്തെ സമയം 3:30 ആയിട്ടുണ്ട്. അവളെ എടുക്കാൻ പോവാണ്. നമ്മുടെ വീട്ടിലത്തെ എല്ലാവരും ഉറങ്ങാണ്, ഞാൻ ഒഴികെ. ഏട്ടൻ അവിടെ സോഫയിൽ കിടക്കുന്നുണ്ട്. നിഖിൽ ചേട്ടനും അല്ലും ഒരുമിച്ച് ഉറങ്ങായിരുന്നു. അപ്പോൾ അല്ലുവിനെ വാങ്ങിച്ചിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് കിടത്തിയിട്ട് വേഗം പോയി കുളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മുകളിലാണെങ്കിൽ അയലൂസ് ഉറങ്ങാണ്. അച്ഛൻ എവിടെയോ ഉണ്ടായിരുന്നു, പുറത്ത് പോയെന്നൊന്നും ഇല്ലല്ലോ. അച്ഛൻ്റെ വണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അറിയില്ല, എവിടെയോ ഉണ്ട്. അപ്പോൾ എന്തായാലും അവളെ പോയിട്ട് എടുക്കണം. ഒപ്പം കുഞ്ഞും ഉണ്ട്, നമ്മുടെ ചേട്ടൻ്റെ മോളുണ്ട്. അപ്പോൾ ഗൈസ് കം ഓൺ. നല്ല ഉറങ്ങാന്ന് പറഞ്ഞില്ലേ, ഇതുമ്മലാണ് അവന്റെ ഫുൾ ടൈം കളിയിട്ട്. ഇത് ഓടിച്ചോണ്ട് നടക്കലാണ് പണി, വേറെ ആർക്കും കൊടുക്കൂല. നമ്മുടെ ലവ് ലാപ്പിന്റെ സൺഷൈൻ സ്വിംഗ് കാറാണിത്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത ഒന്നായിട്ട് 360 ഡിഗ്രിന്റെ ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്യാം, വളരെ സിമ്പിൾ ആയിട്ട്. പിന്നെ 100 കിലോ മുകളിൽ വെയിറ്റ് താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട് കേട്ടോ. ഇരുന്ന് ഓടിപ്പിക്കാൻ ഭയങ്കര സുഖമാണ്. അതുപോലെ തന്നെ കാല് കയറ്റി വെക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കയറി നിന്നിട്ട് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ മതി, 2 കാല് കയറ്റിക്കുക. കുറേ ദൂരം ഇത് മൂവ് ആവും കേട്ടോ. വീൽ കവർ ഉള്ളതുകൊണ്ട് തന്നെ ബേബിയുടെ സേഫ്റ്റി നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. നല്ല ബാലൻസ്ഡ് കാറാണ്. അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ വീൽ ഒരിക്കലും ഗ്രൗണ്ട് ആയിട്ട് ടച്ച് ചെയ്യില്ല കേട്ടോ. ഇവർ 2 പേർക്ക് സുഖമായിട്ട് ഇതിൽ പോകാൻ പറ്റും. 2 പേർക്ക് മാത്രമല്ല, അച്ഛനും മക്കളും ഇപ്പൊ ഇതിൽ തന്നെയാണ് യാത്ര. നല്ല സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷാനും ദിശാനൊക്കെ കയറിയിരിക്കട്ടോ, ഒരു പ്രശ്നമൊന്നുമില്ല. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ല. അതേപോലെ തന്നെ ഗിയർ ആൻഡ് പെഡൽസ് ഒന്നും ഇല്ല. അഫോർഡബിൾ റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ വേറെ 2 വണ്ടിയും കൂടി ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ശരിയാവില്ല. ഇത് 3 പേരും ഒരു വണ്ടിക്ക് തന്നെ ഭയങ്കര തല്ലുപിടുത്താട്ടോ. നല്ല സുഖമാണ്. ഇടയ്ക്ക് ഞാനും അഞ്ചൊക്കെ കയറിയിരിക്കാനുണ്ട്. ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ മതി, കുറേ ദൂരം മൂവ് ചെയ്യും. പിന്നെ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ഒട്ടും പിന്നെ കാല് ടച്ച് ചെയ്യേണ്ടി വരില്ല ഗ്രൗണ്ടിൽ. ബോയ്സിനായാലും ഗേൾസിനായാലും ഒരേപോലെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പൊ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, വാങ്ങിച്ചോളൂ. അടിപൊളിയാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗൈസ്.
അയിനുവിനെ കൊണ്ടുപോകാനായിട്ട് പ്ലാൻ ഉള്ളത്. മോളിൽ ചെന്ന് നോക്കിയപ്പോഴും അതിൻ്റെ കൂട്ടൻ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീൽച്ചേട്ടൻ എത്തിയിട്ട് ഹെയർ ഡ്രയർ വെച്ചിട്ട് മുടിയൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പോകാൻ റെഡിയാണ് ഗൈസ്. അവിടെ 4 മണിക്ക് എത്തണം. ഇപ്പോൾ ഇതേ 3:45 കഴിഞ്ഞിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ലേറ്റ് ആയാലും പ്രശ്നമില്ല, കാരണം അത്രയും നേരം അവർ പ്രാക്ടീസ് ചെയ്തോളൂ, അതുകൊണ്ട് പ്രശ്നമില്ല. ഇപ്രാവശ്യത്തെ പാട്ട് ഞങ്ങൾ കേട്ടിട്ടില്ല, പതുക്കെ വരുന്നതായിരിക്കും ടീച്ചർ അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഒരു ടീച്ചർ താളം പിടിപ്പിച്ചാണ് പഠിക്കുക. അതിനുശേഷം സോങ്ങിന് ഒപ്പം ഇട്ട് കൊടുക്കാൻ കേട്ടോ ചെയ്യും. അപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും മിസ്റ്റേക്കിന് ശ്രമിക്കണം. അപ്പം ഇങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് അല്ലൂസ് എണീറ്റു കേട്ടോ. ചെറുതായിട്ടൊന്ന് പണി പാളി അമ്മനോട് ബായി പറയാൻ വേണ്ടിട്ട് റൂബിന്റെ അടുക്ക് ചെന്നായിരുന്നു. പക്ഷെ അല്ലു കറക്റ്റ് വാതിലേക്ക് നോക്കി കിടക്കായിരുന്നടാ. ഇപ്പുറത്തെ തോളില് ഞാൻ ആക്ച്വലി കണ്ടില്ല, എൻ്റെ ഒരു തല്ലേ കണ്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അവനറിയാലോ. ഇപ്പത്തെ അമ്മ എന്റെ ചീത്ത പറഞ്ഞിരിക്കായിരുന്നു. വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒതുങ്ങിക്കാൻ പറയടാ. അപ്പൊ ഞാനെന്റെ ഉറക്കൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടോന്നാണ്. കറക്റ്റ് സമയത്ത് അല്ലു എണീറ്റു. അപ്പോൾ അല്ലൂസിനെ നല്ല കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അയ്യോ, എന്നിട്ട് മുപ്പര് ഉറങ്ങിപ്പോയതാണ്. നമ്മുടെ പാർക്കുട്ടി ഡാൻസ് പഠിക്കുന്നത് ശിവനയന നൃത്താലയത്തിലാണ്. ടീച്ചർ വീട്ടിലാണ് ഇങ്ങനെ ഫോക്ക് ഡാൻസിനൊക്കെ പ്രാക്ടീസ് വയ്ക്കുക, അല്ലെങ്കിൽ ടീച്ചർ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് വന്നിട്ട് ആണ് പിള്ളേരെ പഠിപ്പിക്കുക. അപ്പോൾ ഇതേ ടീച്ചർ വീട് എത്തിയിട്ടുണ്ട്. ഉള്ളിൽ താളം പിടിക്കുന്നൊക്കെ സൗണ്ട് ഇട്ടുണ്ട്. അപ്പോൾ ആരും പോയിട്ടില്ല, പിള്ളേരെ ചെരുപ്പ് കെടുക്കുന്നുണ്ട്. അപ്പം മാതാപിതാക്കളിൽ ആരോ ഒരാൾ വന്നിട്ടുണ്ട്. ഒരു വലിയ ചെരുപ്പ് ഞാൻ ഇവിടെ കണ്ടു. അപ്പോൾ എന്തായാലും എത്തിച്ചു നോക്കട്ടെ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ ഇവർ ഡാൻസ് കളിക്കുന്നതൊക്കെ കാണാനായിട്ട്. ഞാൻ കണ്ടിട്ടില്ല ഡയറക്റ്റ് ആയിട്ട്. പാറോട്ടിൻ്റെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് മുപ്പര അവിടെ ഇരിക്കുന്നുണ്ട്. ടീച്ചർ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ പ്രാക്ടീസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് കുറേ പ്രാവശ്യം ചെയ്യിപ്പിക്കുമല്ലോ. അപ്പോൾ ലാസ്റ്റ് റൗണ്ടാണ്. അപ്പോൾ കുഞ്ഞ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നെ കണ്ടപ്പോഴേക്കും അവിടുന്ന് ഒരാൾ ചാടി എഴുന്നേറ്റ് വന്നിട്ട് മേമ എനിക്ക് വിശക്കുന്നു പറഞ്ഞിട്ട്. ഇന്നിപ്പോൾ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ പറഞ്ഞ പോലെ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടാണ് പ്രാക്ടീസിന് പോവാറ്. ഒരു 1 മന്ത് ഇപ്പോൾ നല്ല പ്രാക്ടീസ് ഉണ്ടാകും ഈ ഒരു ഈവനിങ് ടൈമിൽ. അപ്പോൾ കുറച്ച് ടയേർഡാവും കേട്ടോ. വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി സ്കൂളിലേക്കുള്ളതൊക്കെ പഠിക്കേണ്ടത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് അത് പഠിക്കാനായിട്ട് പോകാനായിട്ട്. ഒരു ദിവസം ക്ലാസ് ഇല്ലെങ്കിൽ, ചില ദിവസം ടീച്ചർ പറയുന്ന ക്ലാസ് ഇല്ലെങ്കിൽ ഭയങ്കര വിഷമമായി. ഒന്ന് ക്ലാസ് ഇല്ലെന്ന് പറഞ്ഞിട്ട് എന്താ ക്ലാസ് ഇല്ലാത്ത അമ്മ പറ്റിക്കാണെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് വിടാനും ഓക്കെയാണ് ഞങ്ങൾ. കുലുമ്പൻ കുലുമ്പൻ കുഞ്ഞു കുലുമ്പൻ അടിച്ചാടിയാറേ അല്ലല്ലോ, സ്റ്റാർട്ട് ചെയ്തിട്ടല്ലോ. കുഞ്ഞുന്റെ പകുതിയായ കഴിയാറായ. അപ്പൊ ടീച്ചർ എന്നിട്ട് പാട്ടിന്റെ അത്ര ഇങ്ങനെ സ്പീഡ് വരില്ല എന്ന് പറയുന്നത്. അതായത് ഓക്കെ ഓക്കെ. മ്യൂസിക് ശരിക്കും വരുമ്പോൾ കളിച്ച് ആ സ്റ്റെപ്പൊക്കെ എടുത്ത് തരാനായിട്ടല്ലേ സെറ്റ് ആക്കോളും പ്രാക്ടീസ് ചെയ്തിട്ട്. കുട്ടിക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് വിശക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. കുട്ടിക്ക് ഒന്നാമത് പുറത്തേക്ക് ഇറങ്ങി ഞങ്ങളെപ്പോലെ ഭയങ്കരമായിട്ട് വിശക്കും. പിന്നെ പറയാൻ പറ്റില്ല, അത്രയധികം ഡാൻസ് പ്രാക്ടീസൊക്കെ ചെയ്തതാണ്, സ്കൂളിൽ പോയി വന്നതാണ്. അപ്പോൾ ഇന്ന് ബന്ധായതുകൊണ്ട് തന്നെ ബേക്കറികൾ അധികം തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ബജ്ജി കടകൾ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നീൽച്ചേട്ടൻ പറഞ്ഞു ഒരു ബജ്ജിക്കട കണ്ടു, അപ്പോൾ അത്ര സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂർ പോയിട്ട് തിരിച്ച് വരല്ല, പടിഞ്ഞാറൻ വഴിക്കാണ് വരുന്നത്, ബീച്ച് റോഡ് വഴിക്ക്. അപ്പോൾ അവിടെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിർത്താമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് വേണ്ടത് പപ്സും സമൂസൊക്കെയാണ്. അപ്പോൾ പപ്സ് സമൂസ നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. ഒരു ബജ്ജിക്കടയെ കണ്ടത്, പിന്നെ ഒരു ബേക്കറി കണ്ടു. അവിടെ ലഡു ജിലേബിക്ക് ചെയ്ത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സൂപ്പറാ. എങ്ങനെയുണ്ട് കാണാനായിട്ട്? പരിഷ്ടായ കുഞ്ഞോ? പരിഷ്ടായ? അയ്യേ കണ്ട കുഞ്ഞോളേച്ച് പറഞ്ഞില്ലേ സൂപ്പറായെന്ന്. പാറു പറ, അങ്ങനെ എന്തെങ്കിലും കമന്റ്സ് പറ.
അതിന് ഇൽച്ചേട്ടൻ വരുന്ന വഴിക്ക് ഒരു ബജ്ജി കട കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബജ്ജി വാങ്ങിക്കാൻ പോയിരിക്കാം കേട്ടോ. അതിനൂസ് അപ്പം നല്ല മൂഡിലാണ്, ഉറക്കമൊക്കെ എഴുന്നേറ്റ് നല്ല കുട്ടിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. കാറിലൊരു കണ്ണാട എടുക്കുന്നുണ്ടായിരുന്നു, അത് അവൻ തന്നെ കണ്ടുപിടിച്ച് എനിക്ക് തന്നു, എൻ്റെ മുഖത്ത് വെച്ചിട്ടുണ്ട്. സൂപ്പറായിട്ട് ചിരിക്കും. അതിന് ചിരിച്ചേ, അതിന് ചിരിക്കടി, ചിരിക്ക് കുഞ്ഞ്. അതിന് ചിരിക്കട്ടെ ഇപ്പൊ. അതിന് ചിരിക്കണം, അതിനിപ്പ ചിരിക്കും, പൊട്ടിച്ചിരിക്കും. ചേച്ചിക്ക് ചിരിച്ചാൻ്റെ അതിനെ അതിനൊക്കെ എനിക്ക് അങ്ങനെ നമ്മുടെ കയ്യിൽ ബജ്ജി കിട്ടിയിട്ടുണ്ട്. കുറേ ബജ്ജി ഉണ്ടായിരുന്നു. പരിപ്പ് വട, ഉഴുന്നുവട, മസാല ബോണ്ട, മറ്റേ മുട്ട ബജ്ജി, പിന്നെ എന്തോ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഉഴുന്നുവട ഭയങ്കര ഇഷ്ടമാണ്, അതേപോലെ തന്നെ മുട്ട ബജ്ജി ഭയങ്കര ഇഷ്ടമാണ്. പരിപ്പ് വട അത്ര വലിയ താല്പര്യമില്ല കേട്ടോ. നല്ല നല്ല ക്രിസ്പായിട്ടുള്ളൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് ഇഞ്ചിയുടെ വെളുത്തുള്ളിയൊക്കെ മുൻതൂക്കം നിൽക്കുന്ന പരിപ്പ് വടയും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇതിപ്പോൾ കുഞ്ഞുവിന് പരിപ്പ് വട തന്നിട്ട് അവൾക്കത് കൊടുത്തു. പാറൂസിനും ഉള്ളിവടയാണ് ഇഷ്ടം. അപ്പോൾ ഉള്ളിവട ഉണ്ടായിരുന്നില്ല. അതേപോലെ ഉഴുന്നുവട വാങ്ങിച്ചപ്പോൾ അവൾക്ക് വേണ്ടതാണ്. കൈനുകൂട്ടനാണെങ്കിലും പരിപ്പുവട കഴിച്ചോളൂ, നല്ല കറുമുറായതുകൊണ്ട് പരിപ്പുവട കഴിച്ചോളൂ. ഞാനൊരു മുട്ട ബജ്ജി കഴിച്ചു. പിന്നെ ഉഴുന്നുവട എടുത്തപ്പോൾ അതിൻ്റെ പകുതി നമ്മുടെ കുഞ്ഞുവിനും കൊടുത്തു. പാറക്കുട്ടനോട് വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്നും പറഞ്ഞു, അതിനൊന്നും വേണ്ടെന്നല്ല. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഉള്ളത് കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അഞ്ജുനും ചേട്ടനും അമ്മയ്ക്കും അച്ഛനും കൂടി ഒരു വെച്ച് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ വാങ്ങിക്കാറുണ്ട് ബജ്ജി, എപ്പോഴെങ്കിലും വൈകുന്നേരം ഇതേപോലെ വിശപ്പൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ വറവുകളൊന്നും ഇല്ലാണ്ടാവുമ്പോൾ. ടിന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വല്ല പാക്കറ്റൊന്നും ഇല്ലാണ്ടാവുമ്പോൾ പോയി വാങ്ങിക്കും, അല്ലെങ്കിൽ വെറുതെ ചായ മാത്രം കുടിക്കും. മിക്ക ദിവസങ്ങളിൽ എന്തെങ്കിലും വറവുണ്ടാവും. വറവില്ലെങ്കിൽ ഇതേപോലെ ചേട്ടന്മാരൊക്കെ പറഞ്ഞ് പഴംപൊരിയൊക്കെ വാങ്ങിക്കും. അങ്ങനെയാണ് വരുന്ന വഴി തട്ടുമ്പോൾ നല്ല ചാള കണ്ടപ്പോൾ നികിൽച്ചേട്ടൻ നല്ല ചാള വറുത്ത തിന്നാനൊരു മോഹം. നല്ല മീൻ കൊതിനാണ്, മീനും നോൺ വെജും കൊതിനാണ്. ഇതേപോലെ വേറൊരു സാധനങ്ങളൊന്നും കണ്ടാൽ വാങ്ങിക്കുന്നില്ല കേട്ടോ. ഇത് മീൻ കണ്ടാൽ ഇഷ്ടമാണ്. അപ്പോൾ നല്ല വലിയ ചാളയായിരുന്നു, അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ അപ്പുറത്ത് തട്ടുമ്പോൾ ഞണ്ട് കിടക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് നോക്കാൻ പോയപ്പോൾ നല്ല വലിയ ഞണ്ടും വലിയ ചെമ്മീൻ. അപ്പോൾ ചെമ്മീനൊരവസരം അത് തന്നെയായിരുന്നു. അപ്പോൾ അത് തിന്ന് നമുക്ക് മടുത്തു കേട്ടോ. അപ്പോൾ ചാള നോക്കിയപ്പോൾ നമ്മൾ അവളെ കണ്ടതിനേക്കാൾ നല്ല ചാളയായിരുന്നു ഇവിടെ, പക്ഷെ നമ്മൾ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ ആ ഒരു ഞണ്ടും വാങ്ങിച്ചു, ഒരു 1.5 കിലോ. ജീവനില്ല, ജീവനുണ്ടോ? കണ്ണുകണ്ടപ്പോ മനസ്സിലായി. മടിയിൽ കണ്ടാട്ടാ നല്ല ഫ്രഷാണ്. ഞണ്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാട്ട് എനിക്കൊരു കഥ പറയാറുണ്ട്. അവരുടെ വേണ്ടി നമ്മൾ കുഞ്ഞിനെ ഇറക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഥയിലേക്ക് കിടക്കാൻ കഴിച്ചു. ഇതേപോലെ ജീവനുള്ള ഞണ്ടിനെ കൊണ്ടുവന്നിട്ട് അന്ന് ഞങ്ങളാണ് നന്നാക്കിയത്. അപ്പം എനിക്കന്ന് ഞാൻ ആ ഞണ്ട് കഴിച്ചില്ല, കാരണം ജീവനോടെ നന്നാക്കിയപ്പോൾ എൻ്റെ കൈയും കാലും ഒക്കെ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അന്ന് ഞാൻ ഞണ്ടിനെ കഴിച്ചില്ല. ഇതേപോലെ എനിക്ക് കുറച്ച് സെൻറ്റിമെൻ്റലായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാണെങ്കിൽ അത് നമ്മൾ അറിയുന്നില്ലല്ലോ. അല്ലെങ്കിൽ ചത്തിട്ടൊക്കെ ജീവനോടുള്ള സാധനങ്ങൾ നമ്മൾ കൊന്നിട്ട് പിന്നെ അത് ഞങ്ങൾ കഴിക്കുമ്പോൾ യോ ദൈവം അതല്ലെങ്കിൽ നമ്മളൊന്നും അറിയുന്നില്ലേ, അത് വേറെ കാര്യം. അതും പറഞ്ഞാൽ ഇതൊന്നും തിന്നാണ്ടിരിക്കുന്ന ആളുമല്ല. ഇതേപോലെ ഞണ്ട് അല്ലെങ്കിൽ വേറെ മറ്റേ ബ്രാലിനൊക്കെ നന്നാക്കാനായിട്ട് എനിക്കൊന്നും അറിയില്ല, എനിക്ക് കുറച്ച് വിഷമമാണ്. കാരണം നമ്മൾ ജീവനുണ്ടാവും, പെട്ടെന്നൊന്നും ചാവുന്നില്ലല്ലോ. അപ്പോൾ അതിന് തൊലിയിരിക്കേണ്ട കാര്യമൊക്കെ ഗൈസ് ആലോചിക്കാൻ വയ്യ. അച്ഛനെ കാണിച്ചു കൊടുത്തപ്പോൾ അച്ഛനെ ഞെട്ടി. ഞങ്ങൾ കുറേ ദിവസമായി, കുറേ നാളായി ഇത്രയും വലിയ ഞണ്ടിനെ കിട്ടിയിട്ട്. ഒന്നില്ലെങ്കിൽ പനിച്ച ഞണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ കുഞ്ഞു ഞണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല വലിയ ഞണ്ടുകളാണ് കിട്ടിയ. ഞണ്ടുകളും നല്ല ഫ്രഷായിരുന്നു. അപ്പോൾ ഇതെന്തായാലും ഇന്ന് വെക്കൂല, നാളെ വെക്കുള്ളൂ. നാളെ അടിപൊളിയായിട്ട് വെക്കണം. ഇന്നിപ്പോൾ എന്തായാലും നേരെ ഉച്ചരിഞ്ഞു. പിന്നെ നമ്മൾ കാലത്ത് വെച്ച കറികളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് അമ്മയ്ക്കും കൂടി കാണിച്ചു കൊടുക്കും. അമ്മയ്ക്കും ഇഷ്ടമാണ് ഞണ്ട്, അച്ഛൻ അത്ര ഇഷ്ടമല്ല കേട്ടോ ഞണ്ട്. ജീവനുണ്ട്. കുറേ നാളായാലും ഇത്ര വലിയ ഇവിടെ ഞണ്ട് നിഖിൽച്ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്, നിതീഷേട്ടന് ഭയങ്കര ഇഷ്ടമാണ്, അമ്മയ്ക്കും ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്, അഞ്ചുനും ഇഷ്ടമാണ്. പക്ഷേങ്കിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് 3 പേർക്കാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് നിഖിൽച്ചേട്ടന് നിതീഷേട്ടന്. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒട്ടും വിടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ബജ്ജൊക്കെ കൊണ്ടുവന്നതല്ല, ചായ വെക്കാൻ വിചാരിച്ചു. പാല് നോക്കിയപ്പോൾ പാലുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വേഗം കട്ടൻ ചായ വെച്ചിട്ട് എല്ലാവരും കൊടുത്തു. അപ്പോഴേക്കും അല്ലുകൂട്ടൻ എണീറ്റിരുന്നു. ഞാൻ പറഞ്ഞില്ലേ പോകുമ്പോൾ ചെറിയൊരു അടച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓക്കെ ഒരു മിഠായി കൊടുത്ത് സെറ്റാക്കി അവൻ വീണ്ടും ഉറങ്ങായിരുന്നു. അമ്പലം നെഞ്ചത്ത് കിടന്നിട്ട്. അതിനൂസാണെങ്കിലും
എന്തൊക്കെയോ കഴിക്കുകയാണ്. കൊണ്ടുവന്ന ബജ്ജിന്നോ ബന്നൊക്കെ ഉണ്ടായിരുന്നു, ബന്നൊക്കെ കഴിക്കായിരുന്നു. ഞാനപ്പോൾ അവിടെ ഇരുന്നില്ല, ചായ കൊണ്ടുപോകാൻ അങ്ങോട്ട് മറന്നുപോയി. പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് അടുക്കളയിൽ വന്നിട്ട് കപ്പെടുത്ത് വീണ്ടും അങ്ങോട്ട് പോകാൻ മടിയായപ്പോൾ ഞാൻ നേരെ ഇവിടെ വന്നിട്ട് കുടിച്ചോണ്ടിരിക്കട്ടെ. ഇപ്പം 5 പേരും 5 കുളിക്കാൻ കയറിയിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾക്കുള്ള ബജ്ജി മാറ്റി വെച്ചിട്ടുണ്ട്, അച്ഛനുള്ള ബജ്ജിയും ഇതേ മാറ്റി വെച്ചിട്ടുണ്ട്. അവൾക്കുള്ള ചായ കേട്ടോ മാറ്റി ഒഴിച്ചു വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ പിണങ്ങിയാലോ ഗൈസ്. അങ്ങനെ ഹലോ 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 എന്താണ് നമ്മുടെ വീട്ടിൽ വേനൽക്കാലത്ത് കുറേ ചെടികളുണ്ടായിരുന്നു. ഒരുപാട് ചെടികൾ വാങ്ങിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ ഓരോ സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന ചെടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോയിട്ട് അപ്പോൾ കുറച്ചേ ഉള്ളൂ. ഇങ്ങനെ റയറായിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം മീനിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ അത് ശ്രദ്ധിക്കാറേ ഇല്ല. ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ അതിൽ ജീവിച്ചു പോകുന്നുണ്ട്. ഒട്ടും വെള്ളമൊന്നും മാറ്റാറില്ല. അതിപ്പോൾ അവർക്ക് ശരിക്കും ഒരു കുളമാക്കി മാറ്റി പായലും പൂപ്പലൊക്കെ ആയിട്ട് അവരതിൽ അർമാദിച്ച് കുറേ കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ട്. എൻ്റെ കൈ അതിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കഷ്ടകാലം. അതുകൊണ്ട് ഞാനിതിലേക്ക് മൈൻഡ് ചെയ്യാറില്ല. ആവശ്യത്തിന് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് പോരേ ചെയ്യാറുള്ളൂ. കാണും, ദൂരെ നിന്ന് കാണും, അതല്ലാതെ കൂടുതലൊന്നും കൈയിട്ട് പരിപാലിക്കാറൊന്നുമില്ല. അപ്പോൾ അതേ പിള്ളേരൊക്കെ കൂടി അകത്ത് കയറ്റാണ് കേട്ടോ. ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണോ ഗൈസ്? വൈകുന്നേരം ആയപ്പോൾ 3 മേലൊക്കെ കഴിച്ചു. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഇല്ലുമിനാട്ടിയും ബേബി സോങ് ആട്ടോ. എൻ്റെ കഴിഞ്ഞ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതന്നെ വൈകുന്നേരമായ പരിപാടി തന്നെ 100 തവണ കേൾക്കും. പിന്നെ ഇവരിങ്ങനെ കുറേ ഡാൻസ് കളിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. പുതിയ സ്റ്റെപ്പുകളൊക്കെ ഇടും, പുതിയ കോപ്പറാട്ടികളൊക്കെ ഇതൊക്കെ കാണിക്കും, അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഒരു 8:45 ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഊറ്റി വെച്ച് പാത്രത്തിൽ കുറച്ച് ചോറ് ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്കലേക്ക് എടുത്ത കുറച്ച് കൊഴുവ വറുത്തത് കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇച്ചിരി മാറ്റി വെച്ചായിരുന്നു. പിന്നെ മീൻ കൂട്ടാത്തിൽ നിന്ന് കഷ്ണങ്ങൾ മാത്രം ഇടാണ്. പിന്നെ വേറെ പച്ചക്കറികളൊന്നും അധികം വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞു. 5ഉം 6ഉം കാശിക്കുട്ടനൊക്കെ കയറി. പിന്നെ ഞങ്ങൾ മാത്രമേ. അപ്പോൾ ടി വിയിലാണെങ്കിൽ നീൽച്ചേട്ടൻ മറ്റേ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കടലമ്മ കരഞ്ഞല്ല പറ്റത് കണ്ണീരല്ല കരല്ല, ആ സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ആസ്വദിച്ചു. ഇതേ റൂമിലെത്തിയിട്ടുണ്ട്. അല്ലു ഹായ് ഗൈസ് എന്ന് പറഞ്ഞേ, ഐനു ഹായ് ഗൈസ് എന്ന് പറഞ്ഞേ. എല്ലാവർക്കും സുഖമാണോ? ഗുഡ് നൈറ്റ്. അപ്പൊ ഗൈസ് അല്ലുമോള് തലയില് എന്തിട്ട് കുത്തിയിട്ടുള്ളെന്ന് പറഞ്ഞേ അല്ലു? ഭംഗിയുണ്ടെന്ന് ചോദിച്ചാൽ ഇഷ്ടമായോന്ന് ചോദിച്ചാൽ ഇഷ്ടമായോ ചോദിക്ക്. നമ്മളെ മോളിലൊരു 10-11 മണിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഡാൻസ്, ഇവരെ കുത്തിമരലൊക്കെ കഴിഞ്ഞൊരു 12 മണിക്ക് നമ്മൾ ഉറങ്ങാൻ കിടന്നിട്ടുണ്ടെങ്കിൽ 1 മണിയാകുമ്പോൾ 1:15 ആകുമ്പോൾ ഉറങ്ങും കേട്ടോ. പക്ഷേ രസമാണ് പിള്ളേർ ഈ ഒരു പ്രായത്തിൽ. ഇവർ 2 പേരായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഭയങ്കര അടിപിടി കരച്ചിലായിരിക്കും, ചിലപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. 1 2 3 4 5 6 7 7 8 9 ഹലോ ഗൈസ്, അപ്പം ഞങ്ങള് വന്നതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്തോരം തല്ലൂടി, എന്തോരം കരഞ്ഞു അല്ലേ. ഫുഡ് അടിച്ചു. പോരനേക്കാളും മുന്നായിട്ട് ഒരു തല്ലൂട്ടുണ്ടായിരുന്നു, ഒരു തല മുട്ടി. അതിലൊന്നും ഒരു കുറവുമില്ല. അതേപോലെ എന്നത്തെയും പോലെ വന്ന് കെടുക്കാണ്. പാല് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയായിട്ട് കാര്യം. അയ്യോ എനിക്ക് ഈ ഫോണിൽ കൈ കഴിക്കണ്ട പിടിക്കടാ. ഓക്കെ, അപ്പം എന്താ ഇനിയിപ്പോൾ കിടന്ന് ഉറങ്ങാം കുറച്ച് നേരം. ഏകദേശം 1 മണിക്കൂറോളം എടുക്കും ഇവർ ഉറങ്ങാനായിട്ട്. അതേപോലെ കെടുത്തി ഉറക്കാണ് ചെയ്യുക. നടന്ന് ഉറക്കും
നടന്ന് കാലിന്റെ കാൽപാത താണ്ടൊക്കെ ഇപ്പൊ കുറച്ചാളായിട്ട് ഇവരിങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട് കിടന്നുറങ്ങും. അതിന് പെട്ടെന്ന് ഉറങ്ങുണ്ട്, ഒരു 15-20 മിനിറ്റിനുള്ളിൽ അതിനുറങ്ങും. പക്ഷെ ഈ ആശാന് മൂടുണ്ടെങ്കിലേ ഉറങ്ങുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സദ്യയൊക്കെ കഴിക്കും. മറ്റേ അച്ഛാ അമ്മ അഞ്ചു ഇതൊക്കെ പറഞ്ഞു ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്തോണ്ട് അല്ല കുഞ്ഞാ അങ്ങനെ. അതിന് ഏകദേശം ഫ്ലാറ്റ് ചെയ്ത് കണ്ണിലുണ്ടാവേണ്ട ഉറക്കം അങ്ങനെ കെട്ടിപ്പിടിച്ച് അവനെ ഉറങ്ങിക്കോളും. എന്തിനത്? അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വാല്യുബിൾ കമന്റ്സ് നമ്മളടുത്ത് പറയണം. അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും ടാറ്റ പറഞ്ഞേ. ടാറ്റ കൊടുത്തല്ല, ടാറ്റ കൊടുത്ത് ബൈ ബൈ പറ. അല്ലു ബൈ പറ. ഹായ് 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 ഹായ്.